നമ്മൾ സലഫുകൾ അഥവാ സ്വഹാബത്തെടുത്ത് സ്വഹാബികൾ മുതൽ ഇങ്ങ് അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാത്ത വിഷയത്തിൽ അറിയില്ല എന്ന് പറയാൻ അവർക്ക് യാതൊരു നാണം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ലജ്ജയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദീനിയായ വിഷയങ്ങളിൽ അറിവില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവർ വളരെ ഗൗരവത്തിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വിഷയത്തിൽ ആളുകൾ പ്രചരിപ്പിച്ച ആ വ്യഭിചാരാരോപണത്തിന് അല്ലാഹു തആല അവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ആയത്തിറങ്ങിയ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവര് ചോദിക്കുന്നുണ്ട്, നിരപരാധിയാണെന്ന് അല്ലാഹു തആല സൂറത്തു നൂറിൽ ആയത്തിറക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ തലയിൽ ചുംബിച്ചു. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ഒരു മാസത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ പ്രയാസപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും ആയിഷ റളിയല്ലാഹു അൻഹയെ ന്യായീകരിച്ചില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നിരപരാധിയാണെന്ന് അല്ലാഹു തെളിയിച്ചപ്പോ അലാ അദർതനി ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി താങ്കൾക്ക് എന്നെ കുറിച്ച് ഉദ്ർ പറഞ്ഞുകൂടായിരുന്നോ? ഒരു ഒഴിവ് കഴിവ് അല്ലെങ്കിൽ എന്റെ നിരപരാധിത്വം പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്? അറിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മകളെ ന്യായീകരിക്കാതിരുന്നത്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അയ്യു സമാഇൻ തുളില്ലുനി, ഏതു ആകാശമാണ് എനിക്ക് തണലേകുക, വ അയ്യു അർദിൻ തുഖില്ലുനി, ഏത് ഭൂമിയാണ് എന്നെ വഹിക്കുക, ഇദാ ഖുൽതു മാ ലാ അലം, എനിക്കറിയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്നെ ഏറ്റെടുക്കും എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇതേ സംഭവം ഇതേ ആശയത്തിൽ തന്നെ ഇബ്നു അബി മുലൈഖ റഹിമഹുല്ലാ പറയുന്നത് കാണാം. ഒരു ആയത്തിനെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോഴും അദ്ദേഹം ഈ മറുപടി പറഞ്ഞത് കാണാം. അള്ളാഹു ഉദ്ദേശിക്കാത്ത അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആയത്തിന് അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു ആശയം ഞാൻ വിശദീകരണമായി പറഞ്ഞാൽ ആരെന്നെ ഏറ്റെടുക്കും, എനിക്കത് പറയാൻ ധൈര്യമില്ല എന്നുള്ളതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയായിരുന്നു സഹാബത്ത്. അവർക്കറിയാത്ത വിഷയം അറിയില്ല എന്ന് തന്നെ പറയും. കാരണം ഇവിടെ അറിയാത്ത വിഷയം അറിവില്ലാതെ സംസാരിച്ച ആളുകളുടെ മുമ്പിൽ ഒരു വലിയ പണ്ഡിത വേഷധാരിയായി അല്ലെങ്കിൽ പണ്ഡിതനായി അറിയപ്പെടുന്നതിനേക്കാൾ അവർക്ക് പ്രധാനപ്പെട്ട കാര്യം നാളെ പരലോകം അത് ഞാൻ അറിവില്ലാത്ത കാര്യം സംസാരിച്ചാൽ എനിക്ക് നഷ്ടമാകും എന്ന പേടിയായിരുന്നു.